ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ BSF ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ASIൻ്റെ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ വളരെ ചുരുക്കം ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം നമ്മൾ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. നിങ്ങൾ ചോദ്യമായിട്ടൊന്ന് ഫിമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കം തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ചോദ്യം വരുന്നത്, കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ പലർക്കും ഇത് അറിയണമെന്നില്ല, പലർക്കും ഇത് അറിയുന്നവരും ഉണ്ടാകും. അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്തായാലും നമ്മൾ തുടക്കം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ തരാം. എന്താണ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ ഓഫീസ് സംബന്ധമായിട്ടുള്ള നമുക്ക് മിനിസ്റ്റീരിയൽ ജോബാണ്, ഓഫീസ് ജോബാണല്ലോ BSF ഹെഡ് കോൺസ്റ്റബിൾ ASIയിൽ ലഭിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്കിവിടെ കൂടുതലായിട്ട്, അതായത് നമ്മുടെ ജോബ് പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണോ നമ്മൾ ചെയ്യുന്ന ജോലി അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും കൂടുതൽ നമ്മളിവിടെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത്. സോ നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ദി അറേഞ്ചിങ് ഓഫ് ഡാറ്റ ഇൻ ലോജിക്കൽ സീക്വൻസ് ഈസ് കോൾഡ്. എങ്ങനെയാണ് അതിനെ വിളിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സോർട്ടിംഗ് എന്ന് പറയുന്നുണ്ട്, ക്ലാസിഫയിങ് എന്ന് പറയുന്നുണ്ട്, റീപ്രൊഡ്യൂസിംഗ് എന്ന് പറയുന്നുണ്ട്, സമ്മറൈസിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാണമെന്ന് കരുതുന്നു. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ദി പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഇൻ ഡാറ്റ ഇൻ എ ലോജിക്കൽ സീക്വൻസ് ഈസ് കോൾഡ് സോർട്ടിംഗ്. അതുപോലെ തന്നെ സോർട്ടിംഗ് ഈസ് വൈറ്റൽ പാർട്ട് ഓഫ് ഡാറ്റ അനലൈസിങ് ആൻഡ് യൂസ്ഡ് ഇൻ സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് ആൻഡ് കൊമേഴ്സ്യൽ ഡാറ്റ പ്രോസസ്സിങ്ങിനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൗ ഈസ് സോർട്ടിംഗ് യൂസ്ഫുൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് ഇതിൻ്റെ ഉപയോഗവും കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, സോർട്ടിംഗ് മേക്ക് ഇറ്റ് ഈസിയർ ടു സെർച്ച് ത്രൂ ഡാറ്റ ക്വിക്ക്ലി ആൻഡ് ഈസിലി. അതുപോലെ തന്നെ sorting can be done in variety of ways such as alphabetic, ബൈ കളേഴ്സ്, അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതുപോലെ തന്നെ സോർട്ടിംഗ് ക്യാൻ ബി യൂസ്ഡ് ടു അറേഞ്ച് ലിസ്റ്റ് ഓഫ് നെയിംസ്, അതുപോലെ തന്നെ പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഓൾസോ റോസ് ബൈ കളേഴ്സ് ഓർ കോയിൻസ്, അങ്ങനെ പല രീതിയിലും സോർട്ടിംഗ് നമുക്ക് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ എന്താണ് സോർട്ടിംഗ്, ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് സോർട്ടിംഗ് ആയി വരുന്നത് നമുക്ക് നോക്കാം. ദി അറേഞ്ചിങ് ഓഫ് ഡാറ്റ ഇൻ ലോജിക്കൽ സീക്വൻസ് ഈസ് കോൾഡ്. അതായത് ഒരു ഡാറ്റയെ, ഒരു വിവരത്തിന് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാം. ഇത് രാമു ആണെന്ന് വിചാരിക്കാം, ഇത് ഞാനായിക്കോട്ടെ മീ, ഇത് മീ. അതുപോലെ തന്നെ ഇത് യു ആണെന്ന് വിചാരിക്കുക, അതായത് നിങ്ങൾ. അപ്പോൾ ഇവിടെ രാമു, അതുപോലെ തന്നെ ഞാൻ, പിന്നെ നിങ്ങൾ, അതായത് നീ എന്ന് വിളിക്കാം, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ BSFൻ്റെ റാലി അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക. BSF ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ ASIൻ്റെ റാലി അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ലോജിക്കലി ഒരു ഡാറ്റ അറേഞ്ച് ചെയ്തിട്ട് സോർട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഹൈറ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഹൈറ്റ് ഇതാണ്, നിങ്ങളുടെ ഹൈറ്റ് ഇതാണ്. രാമുവിൻ്റെ ഹൈറ്റ് വളരെ കുറവാണ്, എൻ്റെ ഹൈറ്റ് താരതമ്യേന രാമുവിനേക്കാളും കൂടുതലാണ്. പിന്നെ നിങ്ങളുടെ ഹൈറ്റ് വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഹൈറ്റ് വരികയാണ്. ഇതൊരു ലോജിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഇതാണ്, ഒരു ഡാറ്റയാണ്. ഇത് നിങ്ങൾ BSF റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു ഓഫീസർ വന്നിട്ട് രാമു മുമ്പിൽ നിൽക്ക്, അതിൻ്റെ പുറകിൽ ഞാൻ നിൽക്ക്, അതിൻ്റെ പുറകിൽ നീ നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടി, ഇങ്ങനൊരു ഓർഡർ കിട്ടി. ആ ഒരു ലിസ്റ്റിന്, ആ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് പറയില്ല, ഷോർട്ട് ലിസ്റ്റിങ്ങിന് അല്ല, മാർക്കിൻ്റെ ബേസിലായിരിക്കാം. രാമുവിനിപ്പോൾ 2 മാർക്ക്, എനിക്ക് 3 മാർക്ക്, നിനക്ക് 4 മാർക്ക്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊരു ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് എന്തൊക്കെ യൂസ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞു ഷോർട്ടിംഗ് മേക്ക് ഈസിയർ ടു സെർച്ച് ത്രൂ ഡാറ്റ ക്വിക്ക്ലി ആൻഡ് ഈസിലി. നമുക്ക് ഈസി ആയിട്ട് ഒരു ഡാറ്റ, ഒരു കാര്യത്തിൻ്റെ മുകളിലുള്ള ഡാറ്റ, ഇപ്പം BSFൻ്റെ റാലി പറഞ്ഞതുപോലെ അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡൺ വെറൈറ്റി ഓഫ് സച്ച് ആൽഫബറ്റിക്കലി, നമ്പർലി, അതുപോലെ തന്നെ കളർ, ഏതൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. ആൽഫബറ്റിക്കലി നമ്മുടെ നെയിം വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു പേഴ്സണെ വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ കളറിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വേർതിരിവ് പാടില്ല. പഠിക്കാൻ വേണ്ടി നമ്മൾ പറയാം, ഒരു വസ്തുവിൻ്റെ കളർ ചുവപ്പാണ്, മറ്റൊരു വസ്തുവിൻ്റെ കളർ വൈറ്റ് ആണ്, മറ്റൊന്നിൻ്റെ ബ്ലാക്ക് ആണ്. അപ്പം ബ്ലാക്ക് നമ്മൾ മാറ്റി നിർത്തുകയാണ്. ബ്ലാക്ക് ചിലവർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് വൈറ്റ് ആണ് ഇഷ്ടം, വൈറ്റ് എടുക്കുകയാണ്. ചിലവർക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം, ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ബ്ലാക്ക് ഷർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന. അപ്പോൾ അതിൻ്റെ ബേസിൽ മാറ്റി നിർത്തുക. അങ്ങനെയൊക്കെ ഷോർട്ടിംഗ് എന്ന് പറയുന്ന കാര്യം നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ് ഷോർട്ടിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ആൻസറും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, എന്താണ് ഷോർട്ടിംഗ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ നമ്മളിപ്പം പറഞ്ഞു. ഇപ്പം നമ്മുടെ കേസിൽ തന്നെ എടുക്കാം. രാമു, അതുപോലെ തന്നെ ഞാൻ, മീ, പിന്നെ നിങ്ങൾ, യു. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ സോർട്ടിങ്ങിൻ്റെ കേസിൽ BSFൻ്റെ കാര്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ BSFൽ ഇപ്പോൾ നമ്മൾ ജോബിലേക്ക് എൻ്ററായി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക്
രാമുവിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ രാമു നല്ല രീതിയിൽ ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രാമു എന്ന് പറയുന്നത്. അപ്പോൾ രാമുവിനെ ടൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫൈഡ് ആയിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. ഇനി എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ഗണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മിലിറ്ററീൻ്റെ കാര്യങ്ങൾ, ഈ അണ്ടർഗ്രൗണ്ട് കവറേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ അതിലേക്ക് ക്ലാസിഫൈ നിർത്തി. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡാറ്റ അനലൈസ് ചെയ്തിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തു പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ ഇവൻറ്റ്സിനൊക്കെ നല്ല രീതിയിൽ മിടുക്കാണ്. അപ്പോൾ അങ്ങനെ ഓരോ രീതിയിൽ നിങ്ങൾ ഫിസിക്കൽ ഇവൻറ്റ്സിനും എടുക്കുകയാണെന്ന് കരുതുക. അപ്പോൾ രാമു നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യും. അതുപോലെ ഞാനാണെങ്കിൽ വെപ്പൺസ് നല്ല രീതിയിൽ യൂസ് ചെയ്യും. നിങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ ഓടുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഓരോന്നും ഓരോ ക്ലാസിഫിക്കേഷനിലേക്ക് മാറ്റി നിർത്തുക. ജസ്റ്റ് മറ്റൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഒരുത്തൻ, അതായത് രാമു എന്ന് പറയുന്നത് റണ്ണറാണ്, റണ്ണ് ചെയ്യുന്ന ആളാണ്. പിന്നെ എന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്നത് ജമ്പിങ് ആണ്, അതായത് ലോങ് ജമ്പോ ഹൈ ജമ്പോ ജമ്പിങ് ആണ്. അതുപോലെ തന്നെ മറ്റൊരാൾ, അതായത് നിങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ജാവലിംഗ് ത്രോയോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് മൂന്ന് വിഭാഗമല്ലേ. അപ്പോൾ 3 ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. പിന്നെ റീപ്രൊഡ്യൂസിങ് നിങ്ങൾക്കറിയാം. റീപ്രൊഡ്യൂസിങ് എന്ന് പറയുമ്പം ഒരു കുപ്പി നമ്മൾ വെള്ളം കുടിച്ചു കളഞ്ഞു, അത് വീണ്ടും വൃത്തിയാക്കി വീണ്ടും അതിൽ തന്നെ പ്ലാസ്റ്റിക് കുപ്പി തന്നെ, അല്ലെങ്കിൽ അത് നമുക്ക് മറ്റൊന്ന് നോക്കാം. നമ്മൾ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നില്ല, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന, അതിവിടെ എക്സാമ്പിളായിട്ട് വരില്ല, അത് വിട്ടേക്ക്. നമുക്കിവിടെ എക്സാമ്പിളായിട്ട് വരാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡ്രസ്സൊക്കെ, കീറിയ ഡ്രസ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരിക്കൽ പ്ലാസ്റ്റിക് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ചില ടോയ്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനികളൊക്കെ അത് കളക്ട് ചെയ്തിട്ട് വീണ്ടും അതിനെ നല്ല രീതിയിലാക്കി, നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, വീണ്ടും നല്ല രീതിയിൽ ഉപയോഗപ്രദമാക്കിയിട്ട് വീണ്ടും മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു. അതാണ് സംഭവം. പിന്നെ സമ്മറൈസിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നതാണ്. അതായത് വലിയൊരു സംഭവം നമ്മൾ കാണുകയാണ്, അല്ല വായിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 300 പേര് റാലിക്ക് വന്നു. അതിൽ 50 പേര് പാസ്സായി. അത് അവരുടെ മാർക്ക്, കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ സമ്മറി ചെയ്യുകയാണ്. ഒരുത്തിന് ഇത്ര മാർക്കുണ്ട്, ഒരു കൺക്ലൂഷൻ. അതായത് ഒരു വലിയൊരു ലേഖനം നമ്മൾ വായിച്ചു, അതിൽ നിന്നുള്ള ഒരു കൺക്ലൂഷൻ, അത് സമ്മറൈസ്, നമുക്കതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള രൂപം അല്ലെ സമ്മറൈസ് ചെയ്യുക. അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോർട്ടിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. വാട്ട് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ലോജിക്കൽ യൂണിറ്റ് ഇൻ ദി CPU ഓഫ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിലെ ലോജിക്കൽ യൂണിറ്റ്, അതായത് CPUയിലെ ലോജിക്കൽ യൂണിറ്റിൻ്റെ പ്രോസസ്സ് എന്താണ്, അതായത് റെസ്പോൺസിബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദി, നമുക്ക് ചോദ്യം മനസ്സിലാകുന്നില്ല, ചോദ്യത്തിനെ കട്ട് ചെയ്തിട്ട് വാട്ട് ഈസ് ദി റെസ്പോൺസിബിൾ, എന്താണ് ഉത്തരവാദിത്തം, അത് ലോജിക്കൽ യൂണിറ്റ് ഇൻ ദി CPUയിലുള്ള ലോജിക്കൽ യൂണിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൻ്റെ, കമ്പ്യൂട്ടറിലുള്ള ആ ഒരു ഭാഗത്തിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? ഈ 2 ഭാഗമായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചോദ്യം മനസ്സിലായി. അതായത് എന്താണ് റെസ്പോൺസിബിലിറ്റി, ലോജിക്കൽ യൂണിറ്റ്, CPUയിലുള്ള ലോജിക്കൽ യൂണിറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇംഗ്ലീഷ് നമ്മളിങ്ങനെ നോക്കണ്ട. ഓക്കെ, അപ്പോൾ അതെന്താണ് റെസ്പോൺസിബിലിറ്റി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷനിലേക്ക് കിടക്കാം. ഓപ്ഷൻ ടു പ്രൊഡ്യൂസ് റിസൾട്ട് തരികയാണ്. നമ്മളിപ്പോൾ ഒരു സെർച്ച്, ഇപ്പോൾ ഗൂഗിളിൽ ഒരു സെർച്ച് ചെയ്തു, അപ്പോൾ നമുക്ക് ഒരു റിസൾട്ട് വരിക. ആർമി റിക്രൂട്ട്മെൻറ്റ് എപ്പോൾ ഉണ്ടാവും, സെർച്ച് റിസൾട്ട് ചെയ്തു, അപ്പോൾ നമുക്ക് റിസൾട്ടായിട്ട് വന്ന ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ ഒരു വീഡിയോ ആണ് അത്. റിസൾട്ട് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ടു കമ്പയർ നമ്പേഴ്സ് കമ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഡൗട്ട് വരികയാണ്. 2 നമ്പർ, ഈ 4ഉം അതുപോലെ തന്നെ 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം എന്തെങ്കിലും വന്നിട്ട്, അല്ലെങ്കിൽ ഇത് CPUൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണല്ലോ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്പർ കമ്പയർ ചെയ്തിട്ട് തരുന്നതാണോ, അല്ലെങ്കിൽ ടു ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന അതാണോ, അല്ലെങ്കിൽ ടു ഡു മാത്സ് വർക്ക്, അതായത് മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ സംശയമായിട്ടോ അതിൻ്റെ ഇൻപുട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതാണോ, എന്താണെന്നാണ് ചോദിച്ചത്. നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് നോക്കാം. ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ലോജിക്കൽ യൂണിറ്റ് ഇൻ എ CPU, സ്പെസിഫിക്കലി ദി അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ് ഓർ ALU, ഈസ് ടു പെർഫോം ലോജിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് കമ്പാരിസൺസ് സച്ച് ആസ് AND, ആൻഡ് നോട്ട് ആസ് വെൽ ആസ് ന്യൂമറിക്കൽ ടെസ്റ്റസ്, അതൊക്കെയാണ് വരുന്നത്. അതായത് നമ്പറുമായിട്ട്, അതായത് പേരിൽ നമുക്കുണ്ട് അരിത്തമാറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ് എന്നാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത്, നിങ്ങൾ ഒറ്റയടിക്ക് ആൻസർ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ടു ഡു മാത്സ് വർക്ക്. പക്ഷെ അതല്ല, അതിൻ്റെ നമ്മൾ എക്സ്പ്ലനേഷൻ നോക്കിയ സമയത്ത് കൃത്യമായിട്ട് കണ്ടതാണ് ടു കമ്പയർ നമ്പേഴ്സാണ്. അരിത്തമാറ്റിക് കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുക, കാര്യങ്ങൾ ഇതൊക്കെയാണ് കുറച്ചുകൂടെ. ഇത് ശരിയാണ്, മറ്റൊന്നും ഇല്ലെങ്കിൽ ഓപ്ഷനിൽ, നമ്മളെ റീസണിങ് പോലെ തന്നെ മറ്റൊന്നും ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ഇത് ചെയ്താൽ ശരിയായിരിക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് ഒരുപോലെ വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കണം. അപ്പോൾ ടു കമ്പയർ നമ്പേഴ്സാണ് അതിൻ്റെ ലോജിക്കൽ യൂണിറ്റിൻ്റെ മെയിനായിട്ടുള്ള CPUയിലുള്ള ലോജിക്കൽ യൂണിറ്റിൻ്റെ പ്രോഗ്രാം അല്ല റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ബാക്കിയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ എത്തിക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക്
ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ പ്രധാനമായിട്ടും വരിക. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്, GK പോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. കുറച്ച് ഇതിനെപ്പറ്റി അറിവുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് കാര്യം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനും മറക്കരുത്.